ഫ്രണ്ട്സ്, ഇന്ന് ക്യാബേജ് വെച്ചിട്ട് ഒരു തോരൻ കാണിക്കാനാണ്. ഈ ക്യാബേജ് എപ്പോഴും വാങ്ങിക്കുമ്പോൾ ഈ ക്യാബേജ് ഇങ്ങനെ ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് കുറച്ച് ലൈറ്റായിരിക്കുകയാണെങ്കിൽ അതിന് നിറയെ ലീവ്സ് ഉള്ളിലുണ്ടാവും. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അങ്ങനെ ഒരു ക്യാബേജ് കേട്ടോ. ഇത് തീരെ വളരെ ലൈറ്റാണ്. ഈ വെയിറ്റ് ഉണ്ടെങ്കിൽ എന്താ അറിയോ, അതിൻ്റെ ഉള്ളിൽ നിറയെ തണ്ടുണ്ടാവും. ആൻഡ് ദ ക്യാബേജ് വോണ്ട് ബി ടേസ്റ്റി. പക്ഷെ ഇങ്ങനത്തത് കിട്ടാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ പറയുകയാണ്, എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്ന ക്യാബേജ് എങ്ങനെയാണ് ഞാൻ അധികം അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നോക്കുക. ഇതിപ്പോൾ ചെറുതാണ്, വളരെ വലുതാണെങ്കിൽ പിന്നെ ഒട്ടും പറയണ്ട. അപ്പോൾ ഇത് നോക്കിക്കോളൂ, ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, ഇതിന് നിറയെ ലീവ്സാണ് നടുവിൽ കാണുക. നോക്കൂ, ഇതിന് എത്രയാണ് എണ്ണറാണ് കണ്ടു. ഇതെങ്ങനെ ഇങ്ങനെ നിറയെ ഇതിങ്ങനെ ഒറ്റ ലീവ്സായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെന്താ അറിയോ, ഇത് മുറിക്കുമ്പോൾ ഇതിന് വലിയ ഘനമുണ്ടാവും. ഇത് നോക്കൂ, കണ്ടോ, നല്ല ലീവ്സാണ്. അപ്പോൾ ഞാൻ ഇനി ഇതിന് തോരന് വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലോണം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയും. കുറച്ച് ഷാർപ്പായിട്ടുള്ള നൈഫാണെങ്കിൽ നല്ലോണം ഇങ്ങനെ സ്ലൈസ് ചെയ്ത് മുറിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് മുറിക്കട്ടെ കേട്ടോ. ഒന്ന് ഇതുണ്ടോ, ഇങ്ങനെ നീളത്തിൽ നല്ല സ്ലൈസായിട്ട് വരും. കുറച്ച് ഷാർപ്പായിട്ടുള്ള നൈഫാണെങ്കിൽ വളരെ നന്നായിട്ട് കിട്ടും നമുക്ക്. ഇപ്പോൾ ഈ തോരനൊക്കെ ഞാൻ നല്ല നേരിയതായിട്ട് കണ്ടു, കത്തിയുടെ ഷാർപ്നെസ് നീളത്തിൽ ഞാൻ അരിഞ്ഞു. ഇനി ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. ഇതിൽ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയുണ്ട്, ഒരു 2 വെളുത്തുള്ളി, ഇത് കുറച്ച് വലുതായതുകൊണ്ട് നിങ്ങൾക്ക് 3 എണ്ണം വേണമെങ്കിൽ വയ്ക്കാം, ഒരു 6 ചെറിയ ഉള്ളി, ഒരു 3 പച്ചമുളക്, 5-6 കറിവേപ്പില. ഇതെല്ലാം കൂടി ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ കണ്ടോ, ഞാനിതൊന്ന് ക്രഷ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് അരിയത് ഒന്ന് ചതയാൽ. അപ്പോൾ എന്ത് ചെയ്താൽ നമ്മൾ മിക്സിയിലൊന്ന് പൾസ് ചെയ്താണ്. ഒന്ന് പ്രാവശ്യം, പിന്നെ 2 പ്രാവശ്യം ഇങ്ങനെ കണ്ടോ ചതഞ്ഞ് കിടക്കുന്നുണ്ട്. അല്ലാണ്ട് ഫുള്ളായിട്ട് ഇതിങ്ങനെ അരഞ്ഞു പോകരുത്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ പാന് വെച്ചിട്ട് എന്തെണ്ണ വേണം ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായിട്ട് കടുക്, എണ്ണ ഒഴിച്ച ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്. ഈ ഉഴുന്നായിരിക്കും നല്ലത്, ഏത് ഉഴുന്ന് വേണമെങ്കിലും എടുക്കുക. സ്പ്ലിറ്റ് ആയതും, ഒരു മുളക്, കടുക്, കുറച്ച് കറിവേപ്പില, അതിൻ്റെ കൂടെ ഒത്തിരി ജീരകം പൊട്ടിച്ചത് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഇതൊന്ന് നന്നായി ചൂടായി എല്ലാം പൊട്ടി വരട്ടെ. ഇപ്പോൾ ഞാൻ ഈ അരിഞ്ഞ ക്യാബേജിന് ഇതിലേക്ക് ചേർക്കാൻ പോകണം. എന്നിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്യാണ്. എന്നിട്ട് ഞാനിതിൻ്റെ കൂടെ ലേശം ഉപ്പ് ഇത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഉപ്പ് കൂടുതലാവുന്നതിനുള്ള കഷ്ടം. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഹൈ ഹീറ്റിൽ ഇതിങ്ങനെ അരിഞ്ഞുകൊണ്ടാണ് കണ്ടോ, ഇങ്ങനെ നേരിയതായിട്ട് അരിഞ്ഞുകൊണ്ടാണ് ഇതിങ്ങനെ വേഗം സോട്ടായി വരുന്നത്. പിന്നെ അതുമാത്രമല്ല, ഞാൻ പറഞ്ഞ മാതിരി ഇതിൽ ഒരുപാട് തണ്ടില്ല, ഇലയാണ്. ഇത് ക്യാബേജിൻ്റെ ലീവ്സാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ നോക്കിയാൽ ക്യാബേജ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മറ്റേ തരം ക്യാബേജ് ഉണ്ടല്ലോ, വലിയ ടേസ്റ്റ് അല്ല. ക്യാബേജ് ആരോഗ്യത്തിന് നല്ലതാവുമ്പോൾ നമ്മൾ ഏതും ഉപയോഗിക്കാമല്ലോ. ഇങ്ങനെ 1-2 മിനിറ്റ് ഞാനിതിനെ സോട്ട് ചെയ്തു. ഇത്ര തന്നെ സോട്ട് ചെയ്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ വല്ലാതെ അത് വെന്തു പോകും. ഇനി ഞാൻ ഈ ചതച്ചത് ഇതിൻ്റെ കൂടെ ഇടുക. ഞാനിതിലേക്ക് വെള്ളം തീരെ ചേർക്കുന്നില്ല. ഇനി ഇതിൽ കിടന്നൊന്ന് ആവട്ടെ. ഞാൻ ക്യാബേജ് ചെയ്യുമ്പോൾ ഞാൻ മഞ്ഞൾ ചേർക്കാറില്ല. എനിക്കെന്തോ ക്യാബേജിൽ മഞ്ഞൾ ചേർക്കുമ്പോൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം കേട്ടോ, ഞാൻ എൻ്റെ ഇഷ്ടത്തിൻ്റെ കാര്യം പറയുന്നത്, മഞ്ഞൾ ചേർക്കുമ്പോൾ എനിക്കെന്തോ ഒരു ടേസ്റ്റ് കേട് തോന്നും. ലീഫി ആയതുകൊണ്ടായിരിക്കും, എനിക്കെന്താ അറിയില്ല, അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് അടച്ച് വെച്ചിട്ട്, കൂടുതലായിട്ട് ഇത് വെന്താൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതിനെ ഒന്ന് 2 മിനിറ്റ് അടച്ച് വെക്കണം. ഈ ക്യാബേജ് ഇപ്പോൾ
ഒരു ഇതായി. എനിക്കിങ്ങനെ ഒരുപാട് വെന്ത് കുഴയാനോ ജസ്റ്റ് ഒന്ന് സോട്ടായാലേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിനിടയിൽ ഞാൻ അടച്ച് വെച്ചിട്ട് പ്ലേറ്റ് കൊണ്ടാണ് ഞാൻ അടച്ച് വെച്ചത്. പ്ലേറ്റ് വെച്ചിട്ടാണ് ഇങ്ങനെ അടച്ചത്. ആ സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം ഇതിനൊന്നിങ്ങനെ സോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു, വെറും ഇല മാത്രമാണ്, അതിൽ തണ്ടോ അങ്ങനെ ഒന്നുമില്ല. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കുക എല്ലാവരും കേട്ടോ. വെരി ടേസ്റ്റി ക്യാബേജ് തോരൻ ഇസ് റെഡി. ഇനി ഇതിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാനിത് ഓഫ് ചെയ്തിട്ട് എൻ്റെ പാനിലേക്ക് ആക്കാൻ പോകുന്നു. ഇപ്പോൾ ടേസ്റ്റി ക്യാബേജ് തോരൻ റെഡിയായി. ഇനി ഞാനിതിനെ എൻ്റെ സെർവിങ് ഡിഷിലേക്ക് ഒന്ന് ആക്കിയിട്ട് കാണിക്കാം. ഇപ്പോൾ എൻ്റെ ടേസ്റ്റി ക്യാബേജ് തോരൻ റെഡിയായി. ഇതിൽ എന്നിട്ട് തന്നെ ഒരു തണ്ടൊക്കെ കിടക്കുന്നു. അത് കുഴപ്പമില്ല, 1-2 ചെറിയ തണ്ടുകൾ മാത്രമാണ് വന്നിരിക്കണതിൽ. ഇങ്ങനെ ടേസ്റ്റി ആയിട്ട് ഈ ക്യാബേജിൽ ഈ ഇല മാത്രമുള്ള ദിസ് കോൾ മുട്ടക്കൂസ് എന്നല്ലേ പറയുക ശരിക്ക്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വളരെ കുറവായിട്ട് കാണും. നമ്മളിപ്പോൾ ഒരു ക്യാബേജ് എടുത്ത് ചെയ്താലും അത് നന്നായി സ്ട്രിങ്ക് ചെയ്യും അതിൻ്റെ ഇല. ഒരുപാട് വെന്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റേ ഉണ്ടാവില്ല ഇങ്ങനത്തെ ക്യാബേജ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്യാബേജ് നിങ്ങൾക്ക് അങ്ങനെയല്ല കിട്ടിയത്, നല്ല വെയിറ്റുള്ള ക്യാബേജാണ് കിട്ടിയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കാം. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഉഴുന്ന് പരിപ്പിൻ്റെ ജീരകത്തിൻ്റെ ഒക്കെ മണം വരും. അപ്പോൾ see you in the next video with a wonderful recipe. It's bye from Sudha Menon.